അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു മറ്റ് എതിർപ്പുകളൊന്നുമില്ല. അടുത്ത UDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. KPCC അടിയന്തരമായിട്ട് രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചിട്ടുണ്ട് 12-ാം തീയതി. മുതിർന്ന നേതാക്കളെല്ലാം ഇതിൽ പങ്കെടുക്കും. അതിൽ പ്രധാന വിഷയം ശ്രീ PV അൻവറിൻ്റെ UDF പ്രവേശനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല ഡോക്ടറെ, അതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, എന്തായാലും കാര്യം അറിയാത്ത കാര്യം എനിക്ക് അങ്ങനെ പറയാൻ വയ്യ. താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ശ്രദ്ധിച്ചു. UDF ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി കൂടെ നിൽക്കും എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ VD സതീശൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അങ്ങ് നിയമസഭയിൽ പ്രതിപക്ഷ നിരയിലിരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു എന്ന് പറയാമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതൊന്നും പിന്നെയും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ലല്ലോ. കാരണം കേരളത്തിലെ രാഷ്ട്രീയം ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. തീർത്തും പക്ഷപാതിത്വപരമായ, തീർത്തും ഏകാധിപത്യപരമായിട്ടുള്ള ഓരോ ദിവസവും പിണറായിയുടെ ഏകാധിപത്യത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്. ആ പാർട്ടി ലീഡർഷിപ്പ് തന്നെ അതിനകത്ത് ശ്വാസം മുട്ടി മരിക്കുകയാണ്. ആ ശ്വാസം മുട്ടി മരിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ച് മലയോര കർഷകർ കൂടി ശ്വാസം മുട്ടി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിക്കുന്നതിന് തടയിടാൻ ഒരു മലയോര മേഖലയിലെ ഒരു MLA എന്ന നിലക്ക് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നുള്ള ആ ഒരൊറ്റ ആംഗിളിലാണ് ഈ വിഷയം ഞാൻ പുറത്തേക്ക് എടുത്തിരുന്നത്.